മുമ്പ് കോൺഗ്രസ് രാമജന്മഭൂമിയെ പറ്റി മിണ്ടരുത് എന്ന് ഓർഡർ കൊടുത്ത പോലെ, ചാനൽ ചർച്ചയിൽ പോകരുത്, അതിനെക്കുറിച്ച് സംസാരിക്കരുതെന്ന് ഓർഡർ കൊടുത്ത പോലെ ശബരിമലയെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പാർട്ടി നേതാക്കൾക്കും അണികൾക്കും നിർദ്ദേശം കൊടുക്കുന്നു. അതൊരു അടഞ്ഞ അധ്യായമാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നു. 2018-ലും 2019-ലും CPM കേന്ദ്ര കമ്മിറ്റി 2 പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ പ്രമേയം ശബരിമല വിധി വന്ന സമയത്ത്, സുപ്രീം കോടതി വിധി വന്ന സമയത്ത് അതിനോട് റിയാക്ട് ചെയ്തുകൊണ്ട് ആ വിധി സ്വാഗതാർഹമാണ്, സ്ത്രീ സമത്വത്തിന് വേണ്ടിയുള്ള ഒരു ഉദാത്തമായ വിധിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വലിയ വായിൽ സ്വാഗതം ചെയ്തതാണ് CPM കേന്ദ്ര കമ്മിറ്റി. 2019-ൽ ഇത് വീണ്ടും ഇത് പരിഗണിക്കണം, അതായത് ഇത് ഭരണഘടനാ ബെഞ്ചിൽ വിടണം എന്നുള്ള സാധനം വന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് സെൻട്രൽ കമ്മിറ്റി പ്രമേയം പാസ്സാക്കി. അപ്പോൾ സെൻട്രൽ കമ്മിറ്റിയുടെ പ്രമേയം അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ പാർട്ടി വളരെ പെട്ടെന്ന് ഒരു ഹൈബർനേഷനിലേക്ക് പോവുകയും ശബരിമലയെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും. അതാണ് തന്ത്രം. മുമ്പ് കോൺഗ്രസ് രാമജന്മഭൂമിയെ പറ്റി മിണ്ടരുത് എന്ന് ഓർഡർ കൊടുത്ത പോലെ, ചാനൽ ചർച്ചയിൽ പോകരുത്, അതിനെക്കുറിച്ച് സംസാരിക്കരുതെന്ന് ഓർഡർ കൊടുത്ത പോലെ ശബരിമലയെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പാർട്ടി നേതാക്കൾക്കും അണികൾക്കും നിർദ്ദേശം കൊടുക്കുന്നു. അതൊരു അടഞ്ഞ അധ്യായമാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നു. അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അധ്യായം എന്നല്ല, അടഞ്ഞ അധ്യായം എന്ന് തന്നെയാണ്. കഴിഞ്ഞ അധ്യായം എന്നല്ല, അടഞ്ഞ അധ്യായം എന്ന് തന്നെയാണ് വിശദീകരിക്കുന്നു. അതിനുശേഷം അതേക്കുറിച്ച് മിണ്ടാതിരിക്കുക മാത്രമല്ല, ഇപ്പോൾ അതിൽ നിന്ന് U-ടേൺ അടിക്കുന്നു എന്ന് തോന്നലുണ്ടാക്കുന്നു. പാർട്ടിക്ക് ഇപ്പോൾ നിലപാടില്ല, സർക്കാരിന് നിലപാട്. സർക്കാരിന് വേണ്ടി പഴയ അഫിഡവിറ്റ് തന്നെ കൊടുക്കാം. അതിൽ മാറ്റം വേണമെങ്കിൽ അവിടെ ആചാര്യന്മാർ തന്നെ തീരുമാനിക്കേണ്ട ഒരു അഫിഡവിറ്റ് തന്നെ കൊടുത്താൽ മതി. അവർക്ക് സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ നിലപാട് മാറുന്നില്ല. ആദ്യത്തെ നിലപാട് തന്നെ അവർക്ക് രണ്ടാമതും പറയാം. പാർട്ടി എന്ത് പറയുന്നുള്ളതാണ് പ്രശ്നം.